ഹോർമുസ് കടലിടുക്കിന് സമീപം അമേരിക്കയുടെ അത്യാധുനിക അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ട് ഇറാൻ നടത്തിയ സൈനിക നീക്കം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചിരിക്കുകയാണ്. ഈ കനത്ത പ്രഹരത്തിന് പിന്നാലെ പതിവ് യുദ്ധ പ്രഖ്യാപനങ്ങൾക്കോ ആധിപത്യം സ്ഥാപിക്കാനുള്ള വീമ്പിളക്കലുകൾക്കോ മുതിരാതെ ഡൊണാൾഡ് ട്രംപ് ജാഗ്രതയെക്കുറിച്ച് സംസാരിക്കുന്നത് അമേരിക്കയുടെ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം പങ്കുവെച്ച പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് ഇറാന്റെ പുതിയ സൈനിക കരുത്തിന് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അമേരിക്ക പകച്ചു നിൽക്കുകയാണ് എന്നാണ്. കഴിഞ്ഞ വാരാന്ത്യയിൽ ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ വർഷത്തിനു ശേഷം ട്രംപ് ഇതേ ഭയവും ജാഗ്രതയുമാണ് പ്രകടിപ്പിച്ചത്. അമേരിക്കയും ഇറാനും തമ്മിൽ രഹസ്യമായിട്ട് നടത്തിവന്നിരുന്ന യുദ്ധവിരുദ്ധ ചർച്ചകൾക്കും വെടിനിർത്തൽ കരാറുകൾക്കും ഈ ഒരു ആക്രമണം കടുത്ത ഭീഷണിയായിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഭയന്ന് ഒടുവിൽ ഇറാനെതിരെ കൂടുതൽ സൈനിക നീക്കങ്ങൾ നടത്തരുത് എന്ന് ട്രംപിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പരസ്യമായിട്ട് അപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ അമേരിക്കയുടെ ഈ ഒരു അഭ്യർത്ഥനയെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് നെതന്യാഹു മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇറാനെതിരെയുള്ള ഇസ്രയേലിന്റെ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയായതിനു ശേഷമുള്ള പുതിയ യാഥാർത്ഥ്യമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ മഹാശക്തി എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന അമേരിക്ക ഇന്ന് പശ്ചിമേഷ്യയിൽ തികച്ചും ദുർബലരും നിസ്സഹായവരുമായിട്ട് മാറിയിരിക്കുന്നു. ഇസ്രായേലിനെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അമേരിക്കൻ സ്വാധീനം അതിന്റെ അവസാന അതിരിലെത്തി നിൽക്കുകയാണ്. യുദ്ധത്തിനു മുമ്പ് അമേരിക്ക സൈന്യത്തിന്റെ തിരിച്ചടി ഒട്ടും ഭയപ്പെടാതെ ഇറാൻ ഇസ്രായേലിനെ നേരിടുമെന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ അമേരിക്കയുടെ പതനം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. പഴയ കാലത്ത് ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള ക്ഷമ എന്ന നയം ഇപ്പോൾ പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ്. സമീപനം പാലിക്കുന്നത് ബലഹീനതയുടെ ലക്ഷണമാണെന്ന് ഇറാന്റെ പുതിയ നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ യുദ്ധങ്ങളിൽ ജാഗ്രതയോടുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്ന അയത്തുള്ള അലി ഖമേനി ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. പുതിയ പരമോന്നത നേതാവായ അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്പസിന് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്തതും കർശനവുമായിട്ടുള്ള സൈനിക സമീപനം സ്വീകരിക്കാൻ പൂർണ്ണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. ലെബനാനിലെ ബോംബാക്രമണം തുടരുകയും തലസ്ഥാനമായിട്ടുള്ള ബെറൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ആക്രമിക്കപ്പെടുകയും ചെയ്താൽ ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം നടത്തുമെന്ന് ഇറാൻ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയുടെ ശക്തമായ കോട്ടകളെ തകർക്കാൻ നെതന്യാഹു ഉത്തരവിട്ടതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇതറിഞ്ഞ് കോപാകുലനായിട്ടുള്ള ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ഭ്രാന്തമായിട്ടുള്ള നടപടികളിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇസ്രയേൽ അത് താൽക്കാലികമായിട്ട് മാത്രമാണ് നിർത്തിവെപ്പിച്ചത്. തുടർന്ന് ഇസ്രയേൽ വീണ്ടും ബോംബാക്രമണം നടത്തിയപ്പോൾ ഒട്ടും ഭയപ്പെടാതെ ഇറാൻ തങ്ങൾ നൽകിയ വാക്ക് പാലിച്ചുകൊണ്ട് ശക്തമായിട്ട് തിരിച്ചടിച്ചു. ട്രംപിന്റെ എല്ലാ അഭ്യർത്ഥനകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാന്റെ പെട്രോ കെമിക്കൽ സമുച്ചയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെങ്കിലും ഇറാന്റെ ശക്തമായിട്ടുള്ള പ്രതിരോധത്തിന് മുന്നിൽ പിന്നീട് ഇരു രാജ്യങ്ങൾക്കും ആക്രമണങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു. ഈ മേഖലയിൽ അമേരിക്കൻ താൽപര്യങ്ങൾ പൂർണ്ണമായിട്ടും തകർന്ന കാഴ്ചയാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ വലിയ ജനപ്രീതി നഷ്ടപ്പെട്ട ഈ ഒരു മിഡിൽ ഈസ്റ്റ് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ ട്രംപ് ഇന്ന് തീവ്രമായിട്ട് പരിശ്രമിക്കുകയാണ്. എന്നാൽ ഇസ്രയേലിന്റെ ഏകപക്ഷീയമായിട്ടുള്ള നീക്കങ്ങൾ ഇറാനുമായിട്ടുള്ള ചർച്ചകളെ അട്ടിമറിക്കുമെന്ന് ട്രംപ് ഭയപ്പെടുന്നുണ്ട്. മറുവശത്ത് ട്രംപ് ഇറാനോട് കൂടുതൽ വഴങ്ങുകയാണ് എന്നാരോപിച്ച് യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ഒരു ആയുധമാക്കി മാറ്റിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളിലേക്ക് ലോക ശ്രദ്ധ തിരിക്കുന്നത് ഇസ്രയേലിനെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ലെബനാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും ഇസ്രയേൽ സൈന്യം ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം പൂർണ്ണമായിട്ടും നടത്തിയിട്ടില്ല. ഇസ്രയേൽ സൈന്യം ലെബനനിലേക്ക് കൂടുതൽ ആഴത്തിൽ മുന്നേറുകയും വലിയൊരു പ്രദേശം കൈവശപ്പെടുത്തുകയും ചെയ്തത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. മാർച്ചിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ 3600-ലധികം നിരപരാധികളെയാണ് ഇസ്രയേൽ കൊന്നൊടുക്കിയത്. ഇതോടെ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാൻ തങ്ങളുടെ നിലപാടുകൾ കൂടുതൽ കർശനമാക്കി മാറ്റുകയും ചെയ്തു. അമേരിക്ക നൽകുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക സൈനിക സഹായമില്ലാതെ ഇസ്രയേലിന് ഒരു ദിവസം പോലും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പ്രതിവർഷം നൽകുന്ന $3.8 ബില്യൺ പുറമെ ഹമാസ് ആക്രമണത്തിന് ശേഷം $10.6 ബില്യൺ നേരിട്ടുള്ള സൈനിക സഹായവും അടുത്തിടെ $6.5 ബില്യൺ ആയുധ സഹായവും ട്രംപ് സർക്കാർ ഇസ്രയേലിന് നൽകിയിട്ടുണ്ട്. എന്നിട്ട് നെതന്യാഹുവിനെ നിയന്ത്രിക്കാൻ ട്രംപിന് സാധിക്കുന്നില്ല എന്നത് അമേരിക്കയുടെ ആഗോള സ്വാധീനത്തിന്റെ പതനത്തെയാണ് കാണിക്കുന്നത്. അമേരിക്കൻ ജനതകൾക്കിടയിൽ ഇസ്രായേലിനോടുള്ള പിന്തുണ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപ് ഈ ഒരു പരാജയം ഏറ്റുവാങ്ങുന്നത്.
പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ പ്രകാരം 60%-ലധികം അമേരിക്കക്കാർക്കും ഇപ്പോൾ ഇസ്രയേലിനെ കുറിച്ച് നിഷേധാത്മകമായിട്ടുള്ള അഭിപ്രായമാണുള്ളത്. എന്നാൽ അമേരിക്കയിലെ ശക്തമായിട്ടുള്ള ഇസ്രയേൽ ലോബിയായിട്ടുള്ള AIPAC രാഷ്ട്രീയക്കാരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുകളെ നിയന്ത്രിക്കുന്നതിനാൽ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങൾക്ക് പോലും നെതന്യാഹുവിന്റെ ധിക്കാരപരമായിട്ടുള്ള തീരുമാനങ്ങളെ തടയാൻ കഴിയുന്നില്ല. വർഷങ്ങളായിട്ട് ഇസ്രായേലിനെ അന്ധമായിട്ട് പിന്തുണച്ച ട്രംപിന്റെ മുൻകാല തെറ്റായ നയങ്ങളാണ് ഇന്ന് അമേരിക്കയെ പശ്ചിമേഷ്യയിൽ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുത്തിയത്. അമേരിക്കൻ എംബസി ജെറുസലേമിലേക്ക് മാറ്റിയതും വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റക്കാർക്ക് അനുമതി നൽകിയതും വഴി അറബ് ലോകത്തിന്റെ കടുത്ത ശത്രുത സമ്പാദിക്കാൻ മാത്രമേ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ട്രംപ് നിയമിച്ച അംബാസിഡർ മൈക്ക് ഹക്കബിയുടെ വംശീയ പ്രസ്താവനകൾ അറബ് ജനതകൾക്കിടയിൽ അമേരിക്കയോടുള്ള കടുത്ത അമർഷത്തിന് കാരണമായി മാറുകയും ചെയ്തു. ഇറാനുമായിട്ടുള്ള ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് പിന്മാറിയതും ഇറാൻ ഭരണം തകർക്കാൻ യുദ്ധത്തിന് ഉത്തരവിട്ടതും അമേരിക്കയുടെ വിശ്വസ്തതയെ ആഗോളതലത്തിൽ ഇല്ലാതാക്കി. മുൻപ് ചർച്ചകൾക്ക് തയ്യാറായിരുന്ന ഇറാന്റെ നയതന്ത്രജ്ഞരെയും നേതാക്കളെയും വധിക്കാൻ അനുവാദം നൽകുന്നത് വഴി അമേരിക്കയുമായിട്ട് ഇനിയൊരു ചർച്ചയ്ക്കില്ല എന്ന കർശന നിലപാടിലേക്ക് ഇറാനെ എത്തിക്കാൻ മാത്രമേ ഈ നടപടികൾ ഉപകരിച്ചുള്ളൂ. ഗസയിൽ 72,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട യുദ്ധകുറ്റങ്ങൾ കൂട്ടുനിന്നതിലൂടെ അമേരിക്കയുടെ ആഗോള പദവി പൂർണ്ണമായിട്ടും തകർന്നു. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയായതോടെ അമേരിക്ക സൈനികമായിട്ടും നയതന്ത്രപരമായിട്ടും തോറ്റു തൊപ്പിയിട്ട അവസ്ഥയിലാണുള്ളത്. 1973 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുള്ള പിന്തുണ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തി നിൽക്കുന്നു. മേഖലയിലെ ജനങ്ങൾക്ക് അമേരിക്ക നയിക്കുന്ന സഖ്യങ്ങളിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പകരം അമേരിക്കയെക്കാൾ വിശ്വസിക്കാൻ കൊള്ളുന്നത് ചൈനയും റഷ്യയും ഇറാഖിനെയും ആണ് എന്ന് ഈ മേഖലയിലെ ജനങ്ങൾ പരസ്യമായിട്ട് വിലയിരുത്തുന്നു. ചുരുക്കത്തിൽ ഇറാന്റെ ശക്തമായിട്ടുള്ള പ്രതിരോധവും സൈനിക നീക്കങ്ങളും അമേരിക്കൻ സൈന്യത്തിന്റെ പരിമിതികളെയാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത്. ഈ ഒരു യുദ്ധം മൂലം അമേരിക്കയ്ക്ക് തങ്ങളുടെ സൈനിക ശ്രദ്ധ ഇന്തോ പസഫിക് മേഖലയിൽ നിന്നും യുക്രൈനിൽ നിന്നും മാറ്റേണ്ടി വന്നു. ഇത് ചൈനയ്ക്കും റഷ്യയ്ക്കും തങ്ങളുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കാൻ വലിയൊരു അവസരമൊരുക്കി. പശ്ചിമേഷ്യയിൽ അമേരിക്കയെ പൂർണ്ണമായിട്ടും തറ പറ്റിച്ചുകൊണ്ട് ഇറാൻ പുതിയ മഹാശക്തിയായിട്ട് ഉയരുമ്പോൾ അമേരിക്കയെ വീണ്ടും ദുർബലമാക്കി ഒരു പരാജയപ്പെട്ട പ്രസിഡന്റായിട്ട് ട്രംപ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്.